തിരുവനന്തപുരം ഇന്നു മുതൽ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തിരക്കിലേക്ക് പോവുകയാണ്. ഇന്നലെ തന്നെ ഒരുപാട് പേർ സ്റ്റേജൊക്കെ ആയോ, റെഡിയായോ, വേദികളായോ എന്നൊക്കെ കാണാൻ കുടുംബമായിട്ട് വൈകിട്ട് നമ്മൾ ഒരുപാട് പേരെ കണ്ടിരുന്നു. പിന്നെ ആരെല്ലാം എത്തുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കലാകാരികളും കലാകാരന്മാരും മാറ്റുരയ്ക്കുന്ന വേദികളിലേക്ക് നമ്മൾ ഇന്ന് പകലും മുഴുവനും പോകും. അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കും. അതിനു മുൻപ് ഉദ്ഘാടനം തന്നെയായിരിക്കും. നമുക്ക് അവിടെ നിന്ന് വിവരങ്ങളുമായി ആരെല്ലാമാണ് ചേരുന്നത്? നമുക്ക് സജോ ദേവസ്യുണ്ട്, സലിമാലിക്കുണ്ട്, നമ്മുടെ മേഘന മുരളിയുണ്ട്. മൂന്നുപേരും തയ്യാറായി അനന്ത കലാപുരി എന്ന നമ്മുടെ കലോത്സവ നഗരിയിൽ നിൽക്കുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് മൂന്നുപേർക്കും. അപ്പോൾ എല്ലാം സെറ്റാണ്. ഇനിയിപ്പോൾ ഉദ്ഘാടന ചടങ്ങിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വേദികൾ ഓരോന്നായി ഉണർന്നു തുടങ്ങും. പിന്നെ കലാപൂരമാണ്. അപ്പോൾ എന്താണ് സജോ അവിടുത്തെ ഏറ്റവും ഒടുവിലത്തെ ക്രമീകരണങ്ങൾ, സജ്ജീകരണങ്ങൾ, ഒരുക്കങ്ങൾ? പ്രജിൻ, സജോയും മേഘ്ന മുരളിയും എന്നോടൊപ്പം ഉണ്ട്. സ്മിത, പ്രജിൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം ഒരുങ്ങുകയാണ്. അത് അതിന്റെ എല്ലാ നിറങ്ങളോടും എല്ലാ വൈബുകളോടും കൂടി തിരുവനന്തപുരം തകർക്കാൻ ഒരുങ്ങുകയാണ്. കലാപൂരത്തിന് 9 വർഷത്തിന് ശേഷം തിരുവനന്തപുരത്തേക്ക് എത്തുന്ന കലാപൂരം അത് അതിന്റെ എല്ലാ ഭംഗിയോടും കൂടി എല്ലാ ചാരുതയോടും കൂടി നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നതിന്റെ പ്രധാന വേദിയായ നമ്മൾ നിൽക്കുന്നത് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയമാണ്. ആദ്യം ഇത് ഭാരതപ്പുഴ എന്നായിരുന്നു ഈ വേദിക്ക് പേരിട്ടിരുന്നത്. അതിനുശേഷം MT വാസുദേവൻ നായരോടുള്ള ആദരസൂചകമായി MT നിള എന്ന് പേര് മാറ്റിയ ഈ പ്രധാന വേദി, ആ പ്രധാന വേദിയിൽ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ നിറങ്ങളാൽ സമ്പന്നമായി കഴിഞ്ഞു. വലിയ പ്രൗഢഗംഭീരമായൊരു വേദി ഇവിടെ ഒരുക്കി കഴിഞ്ഞു. മാത്രമല്ല ഈ MTയോടുള്ള ആദരസൂചകമായി ഇതിന്റെ ഏറ്റവും മുൻപിൽ തന്നെ MTയുടെ നിള എന്ന ഇതുമായി ബന്ധപ്പെട്ട് അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എന്റെ നിള നദിയാണ് എനിക്കിഷ്ടം എന്ന് ഈ വേദിയോടും MTയോടുമുള്ള ആദരസൂചകമായി ഇവിടേക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ നിലയിലും അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയാക്കി കഴിഞ്ഞു. മാത്രമല്ല ഈ ഇത്തവണത്തെ പ്രത്യേകത ഗോത്ര കലാമേള ഉൾപ്പെടെയുള്ള വിവിധ കലാമേളകൾ ആദ്യമായി കലോത്സവത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളൊരു പ്രത്യേകത ഇത്തവണത്തെ ഈ കലാമേളയ്ക്കുണ്ട്. മാത്രവുമല്ല വലിയ കൗതുകങ്ങൾ ഓരോന്നായി ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ വെള്ളാർമല സ്കൂളിലെ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഓരോ കലാമത്സരങ്ങൾ ഉൾപ്പെടെയുള്ളവ അത് അവരെ കൂടി ചേർത്ത് പിടിക്കുന്ന കലാപൂരം എന്ന നിലയിലെ കൺസെപ്റ്റിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ കലാമത്സരങ്ങളുടെ ഔദ്യോഗിക ആരംഭമാവും. അത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തുന്നതോടെ അക്കാര്യങ്ങൾ തുടങ്ങും. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുമായി ബന്ധപ്പെട്ട ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി നിർവഹിക്കും. പിന്നീട് അങ്ങോട്ടൊരു കൊട്ടിക്കയറലാണ്. അതിൽ ഒരു തർക്കവുമില്ലാത്ത വിധം ഈ കലാമത്സരങ്ങൾ തുടക്കമാണ്. ഇവിടെ ഈ പ്രധാന വേദിയിൽ 11:30 ആദ്യത്തെ മത്സരം ആരംഭിക്കുന്നതെങ്കിൽ 11 മണിയോടുകൂടി തന്നെ രണ്ടാമത്തെ വേദി ഉൾപ്പെടെയുള്ള മുഴുവൻ വേദികളും സജ്ജമാകും. 25 വേദികളാണ് ആകെ ഒരുങ്ങിയിരിക്കുന്നത്. ആ 25 വേദികളിലും ഒരേ സമയം കലാമത്സരങ്ങൾ നടക്കും എന്നുള്ളത് മാത്രമല്ല അത് ചരിത്രത്തിന്റെ എല്ലാ ഭംഗികളും നിലനിർത്തുന്ന നിലയിലുള്ള വേദികളാണുള്ളത്. അത് തിരുവനന്തപുരത്തിന്റെയും ഒപ്പം തിരുവനന്തപുരത്തിന്റെ സാംസ്കാരിക തനിമയെല്ലാം വിളിച്ചോതുന്ന വേദികൾ ഓരോന്നോരോന്നായി ഇവിടേക്ക് അണിഞ്ഞൊരുങ്ങുകയാണ്. രണ്ടാമത്തെ വേദി, പ്രധാന വേദി, അത് ഗവൺമെന്റ് വിമൻസ് കോളേജ് ആണ്. അതിന്റെ ഒരു പ്രൗഢമായ ചരിത്രമുണ്ട്. ഒപ്പം തന്നെ ഈ ഓരോ വേദികൾക്കും പറയാൻ, തിരുവനന്തപുരത്തിന്റെ ഓരോ വേദികൾക്കും പറയാൻ ചരിത്രമുണ്ട്. ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ മാത്രം 6 വേദികൾ ഒരുങ്ങുന്നുണ്ട്. മോഹൻലാൽ ഉൾപ്പെടെ പഠിച്ച അക്ഷരമുത്തശ്ശിയാണ് ഈ ഗവൺമെന്റ് മോഡൽ സ്കൂൾ. അവിടെ 6 വേദികളാണ്, 1ഉം 2ഉം അല്ല 6 വേദികളാണ് ആ സ്കൂളിൽ മാത്രം ഒരുങ്ങുന്നത്. ഒപ്പം തന്നെ നിശാഗതിയുണ്ട്, ടാഗോർ ഉണ്ട്, ഒപ്പം പൂജപ്പുര സാംസ്കാരിക കേന്ദ്രമുണ്ട്. അങ്ങനെ വേദികൾ പലതാണ്, എല്ലാ നിറങ്ങളോടും. മാത്രമല്ല 24 ടീമും സജ്ജമാണ്. ഇപ്പോൾ എന്നോടൊപ്പം മേഘ്ന മുരളി കൂടി ചേരുകയാണ്. നമ്മളും തകർക്കുകയാണ്. നമ്മുടെ ടീമും ഒരു വലിയ ടീം ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ഒരു പ്ലാനിങ്? സ്റ്റോറികൾ ഉണ്ടാവണം, ഒപ്പം ലൈവ് ഉണ്ടാവും. എങ്ങനെയാണ് നമ്മുടെ ഒരു പ്ലാനിങ്? 24 ടീം ഇവിടെ ഈ ഒരു 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേണ്ടി സർവ്വസജ്ജമാണ്. നമ്മൾ ഇന്നലെ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ അതിലെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും അത് ഒന്ന് തൊട്ട് എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവം അത് കളർഫുൾ ആക്കാൻ എന്തൊക്കെ ചെയ്യണം, ആ പരിപാടികളൊക്കെ ഇത്തവണ ചെയ്യുന്നുണ്ട്. അത് എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ കലോത്സവം ഇത്തവണ ഗംഭീരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ തിരുവനന്തപുരത്ത് 9 വർഷങ്ങൾക്ക് ശേഷം ഒരു കലോത്സവം വരുമ്പോൾ തിരുവനന്തപുരംകാര് എപ്പോഴും അത് അടിപൊളിയാക്കാറുണ്ട്. അല്ലെങ്കിൽ ഏത് ഉത്സവമാണ് െങ്കിലും അത് തിരുവനന്തപുരംകാര് അടിപൊളിയാക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത്തവണ ഇന്ന് രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത് മുതൽ അങ്ങോട്ട് ഈ പ്രധാന വേദിയായിട്ടുള്ള സെൻട്രൽ സ്റ്റേഡിയം, MTയുടെ നിലയടക്കമുള്ള വേദികൾ ഈ ഒരു കലാമത്സരത്തിന് വേണ്ടി വിട്ടുകൊടുക്കും. പിന്നീട് വരുന്ന 5 ദിവസം എന്ന് പറയുന്നത് അത് കലാമാമാങ്കമാണ്, പൂരങ്ങളുടെ പൂരമാണ്. ഈ കലകളുടെ ഒരു ആസ്ഥാനമായി, കലാസ്ഥാനമായി ഈ ഒരു തിരുവനന്തപുരം ജില്ല മാറുന്നു എന്നുള്ളതാണ്. അതിന് 24 ടീമും സജ്ജമാണ്. അതിൽ വിവിധ ഇനം
പ്രത്യേകതകൾ ഇത്തവണ ഉണ്ട് എന്നുള്ള കാര്യം അത് നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് അടക്കം അനുഭവിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള പല പ്രത്യേകതകളും ഉണ്ട്. അതിൽ ഈ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരുടെ കലാരൂപങ്ങൾ അടക്കമുള്ളവ അല്ലെങ്കിൽ മംഗലം കളി അടക്കമുള്ളവ. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ ആകർഷിക്കുന്ന ഇനം എന്ന് പറയുന്നത് മംഗലം കളിയാണ്. ആ മംഗലം കളി ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. അതിലും കൂടുതൽ ആൾക്കാരുണ്ടാവും. അതായത് അതെങ്ങനെയാണ് ഏതൊക്കെ തരത്തിലാണ് എന്ന് അറിയാനുള്ള ആൾക്കാർ കൂടുതൽ തിരുവനന്തപുരംകാർ ഈ വേദിയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്തായാലും ഇപ്പോൾ ഈ വേദി ഉണരുന്നതേയുള്ളൂ, അതായത് ആൾക്കാർ എത്തുന്നതേയുള്ളൂ. നമ്മൾ മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ ഇവിടെ സർവ്വസജ്ജമാണ്. പക്ഷേ ഇവിടത്തേക്ക് വിദ്യാർത്ഥികളും ആൾക്കാരും സംഘാടകരും ഒക്കെ ഒന്ന് എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇനി ഒരു പ്രവർത്തനങ്ങളും, അതായത് ഇവിടെ ഇനി ഒരുക്കങ്ങൾ അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇനി നടത്താനില്ല എന്ന് തന്നെയാണ്. അതായത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി വിദ്യാർത്ഥികൾ ഇങ്ങ് എത്തുക, കൂടാതെ ഉദ്ഘാടനം കഴിയുക. ഉദ്ഘാടനം കഴിഞ്ഞ് ആദ്യ മത്സര ഇനം എന്ന് പറയുന്നത് മോഹിനിയാട്ടമാണ്. ഈ സെൻട്രൽ സ്റ്റേഡിയം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ സെൻട്രൽ സ്റ്റേഡിയം ഇപ്പോൾ ഇങ്ങനെ കാലിയായി കിടക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ വേദിയുടെ പേര് MTയുടെ നിളയാണ്. അതായത് ഈ നിള പോലെ തന്നെ ജനങ്ങളുടെ ഒരു സാഗരം ഉണ്ടാകും. ജനസാഗരം ഈ ഒരു വേദിയിലേക്ക് ഒഴുകിയെത്തും. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇനങ്ങൾ കാണാൻ ഒഴുകിയെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു 10 മണിയാകുമ്പോൾ തന്നെ ഇവിടുത്തെ വേദികളൊക്കെ നിറഞ്ഞ് ഇവിടെ നമുക്ക് പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിലേക്ക്, അല്ലെങ്കിൽ ജനസാഗരമായി ഈ ഒരു സെൻട്രൽ സ്റ്റേഡിയം അടക്കമുള്ള വേദികൾ മാറും. കൂടാതെ മറ്റ് 24 വേദികളുണ്ട്. ഈ 24 അപ്പൊ എന്തായാലും അതിൽ യാതൊരു സംശയവുമില്ല, വലിയൊരു ജനക്കൂട്ടം ഇന്ന് ഇവിടേക്ക് എത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. സജോ ദേവസ്വം കൂടിയുണ്ട്. സജോ, അപ്പൊ കണ്ണൂരിലേക്കുള്ള കിരീടവുമായിട്ടാണ് സജോ എത്തിയെന്ന് ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ്. തിരികെ വീണ്ടും ആ കിരീടം കണ്ണൂരുകാർ കൊണ്ടുപോകും എന്ന് ഉറച്ചു പറയുന്നുമുണ്ട് സജോ. അപ്പൊ എന്താണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഇനങ്ങൾ ഏതൊക്കെയാണ്, ഒപ്പം 24 എത്രമാത്രം സജ്ജമാണ് എന്ന കാര്യം കൂടി പ്രേക്ഷകരെ അറിയിക്കേണ്ടതുണ്ടല്ലോ. ഭക്ഷണം വിളമ്പിക്കൊടുക്കും. അപ്പോൾ സജോയെ സംബന്ധിച്ചിടത്തോളം പല കലോത്സവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ഇത്തവണത്തെ ഊട്ടുപുരയുടെ ഒരു പ്രതീക്ഷ, അതല്ലാതെ തന്നെ മൊത്തത്തിലുള്ള കലോത്സവത്തിന്റെ പ്രതീക്ഷ? നമ്മള് കളറാക്കും, നമ്മൾ ഒന്നിച്ച് കളറാക്കും. അതായത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു 57-ലാണ് ആദ്യ കലോത്സവം തുടങ്ങുന്നത്. ഫസ്റ്റ് കലോത്സവം തോന്നുന്നു. അത് 22 ഇനങ്ങളിൽ 300 കുട്ടികൾ മാത്രം വെച്ച് തുടങ്ങിയ കലാമാമാങ്കം എന്ന നിലയ്ക്കാണ് അതിന്റെ തുടക്കം. പക്ഷെ അത് ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമായി വളർന്നിരിക്കുന്നു. 249 അല്ലെ 249 ഇനങ്ങൾ യഥാർത്ഥത്തിലുണ്ട്. 5 ഗോത്ര കലാരൂപങ്ങൾ കൂടി അഡീഷണലായി ചേർത്തോടുകൂടി 249 കലാരൂപങ്ങൾ. അതിൽ 15,000-ഓളം വിദ്യാർത്ഥികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തലസ്ഥാനത്തേക്ക് കലാപൂരത്തിനായി എത്തുന്നു എന്നത് തന്നെയാണ്. അതിന്റെ ക്രമീകരണങ്ങൾ സംഘാടന ലെവലിലെല്ലാം വളരെ കൃത്യമായി തന്നെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. 10 മണിയോടുകൂടിയും ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞാൽ മത്സരങ്ങളിലേക്ക് സ്വാഭാവികമായും കടക്കുകയാണ്. അങ്ങനെ ക്രമീകരണങ്ങൾ MD സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന വേദി മുതൽ അങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ എല്ലാ വേദികളിലും ക്രമീകരണങ്ങൾ പരിപൂർണ്ണ സജ്ജമാണ്. അതായത് ഇവിടെ പതാക ഉയർത്തുന്ന കൊടിമരം നമുക്ക് കാണാം. അതും ഒരു വാദ്യോപകരണത്തിന്റെ സ്വഭാവത്തിലും രൂപത്തിലും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് പ്രധാന വേദിയായ MD നിലയോട് ചേർന്നാണ് പതാക ഉയർത്തൽ. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ 9 മണിക്ക് പതാക ഉയർത്തുന്നു. അതിനുശേഷം 10 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ചടങ്ങിലേക്ക് ഉദ്ഘാടന നിർവഹിക്കുകയും ചെയ്യും. അതിനുശേഷമാണ് മത്സരങ്ങൾ. സ്വാഭാവികമായും കലാമാമാങ്കം എന്ന നിലയ്ക്ക് ഏതെല്ലാം നിലയ്ക്ക് കലോത്സവം, കുട്ടികളുടെ കൗമാര കലാമേള എന്ന നിലയ്ക്ക് കലോത്സവം എത്രത്തോളം ആഘോഷമാണ്, അത് എത്രത്തോളം കുരുന്നുകളെ വലിയൊരു ആഘോഷം എന്ന നിലയ്ക്ക് ഒരു കലാപൂരം ആഘോഷം, കുട്ടികളുടെ കലാപ്രകടനങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള വേദി അവസരം എന്നതൊക്കെ. അങ്ങനെ ആദ്യ കലോത്സവം മുതൽ 63ാമത്തെ കലോത്സവത്തിലേക്ക് എത്തുമ്പോൾ അത് എത്രത്തോളം വിപുലമായ ഏഷ്യയിലെ തന്നെ സമാനതകൾ അല്ലെങ്കിൽ ഇതിന് സമാനമായ മറ്റ് കലോത്സവ മേളകൾ യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നതുപോലും സംശയമാണെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ എല്ലാത്തിനും സജ്ജമാണ്. നമ്മുടെ ടീം 24ഉം പൂർണ്ണമായും സജ്ജമാണ്. കാരണം വിവിധ ഇനങ്ങൾ, എനിക്ക് തോന്നുന്നു ആദ്യം മോഹിനിയാട്ടമാണെന്ന് തോന്നുന്നു അല്ലേ? ആദ്യ ഇനം മോഹിനിയാട്ടം, ഭരതനാട്യം, അങ്ങനെ നൃത്തരൂപങ്ങളാണ് ആദ്യം. അതിനുശേഷം വിവിധ മത്സരങ്ങളിലായാണ് അല്ലെ? അതൊന്ന് നമുക്ക് പറയാം സലീമേ. അതായത് ഇന്നത്തെ മത്സര ഇനങ്ങൾ ഈ പ്രധാന വേദിയിലെ ആദ്യ ഇനം മോഹിനിയാട്ടമാണ്. ഇന്ന് 11:30ക്കാണ് ഈ മോഹിനിയാട്ടം. പുത്തരിക്കണ്ടം മൈതാനത്തിനെ കുറിച്ച് പറഞ്ഞു, കലവറയെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്കൊരു ഇത്തിരി താല്പര്യം കൂടുതലുള്ള ഒരു ഏരിയയാണത് പുത്തരിക്കണ്ടം മൈതാനം. കാരണം പഴയടത്തിന്റെ നമുക്ക് പ്രചരില്ലെങ്കിൽ എനിക്കുണ്ട് കേട്ടോ. കാരണം പഴയടത്തിന്റെ ഭക്ഷണം നമ്മളിപ്പോ എല്ലാ വർഷവും കലോത്സവത്തിന് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് തിരക്കുണ്ടാവും. റിപ്പോർട്ടിങ്ങിന്റെ തിരക്കുകൾ ഉണ്ടെങ്കിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഏതെങ്കിലും ഒരു സമയത്ത് ഉച്ചയ്ക്കുള്ള സദ്യ ആണെങ്കിൽ
കേമായി കെങ്കേമായി അത് കഴിക്കാൻ വേണ്ടി നമ്മൾ പോവാറുണ്ട്. അപ്പൊ അതുപോലെയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് വളരെയധികം കൗതുകങ്ങളാണ്. ഒരുപാട് ഓരോ വർഷം പോകുന്നോറും ഒരുപാട് ചരിത്രം കുറിക്കും. മത്സരാർത്ഥികൾ സ്ഥിരമായിട്ട് ഓരോ സ്കൂളുകൾ തന്നെ കപ്പടിക്കുന്നു. ആ രീതിയിലുള്ള ഒരുപാട് ചരിത്രം കുറിക്കുന്ന മുഹൂർത്തങ്ങളുണ്ട്. അതേക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്.